മഴ തോരും മുൻപേ സീരിയലിൽ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്നുള്ള ഒറ്റ ചിന്തയിൽ നടക്കുകയാണ് റീത്ത. വീട്ടിൽ ചെന്നിട്ടും റീത്തയ്ക്ക് ഉറക്കം പോലും കിട്ടുന്നില്ല. കാരണം റീത്തക്ക് പയ്യെ ഒരു പേടി മനസ്സിൽ വന്നു തുടങ്ങി. കാരണം സ്റ്റാൻലി ജോസഫിൽ നിന്നുള്ള പണമൊക്കെ കൈകാര്യം ചെയ്യുന്ന താൻ ഇനി മറ്റൊരു അവകാശി വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇല്ലാതാകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു റീത്താമ്മയുടെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അലീനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ചിന്തയിലായി റീത്താമ്മ. ഓരോ ദിവസവും തൻ്റെ ആങ്ങളമാരെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി അവളെ എങ്ങനെ പുറത്താക്കണമെന്നുള്ള ചർച്ചയൊക്കെ തുടർന്നു പോകുന്നുണ്ടായിരുന്നു. അലീനയെ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്ന ചിന്തയിൽ ആലോചിച്ച് നടക്കുമ്പോഴായിരുന്നു റീത്താമ്മയുടെ മനസ്സിൽ ആ ബുദ്ധി തോന്നിയത്. എന്തുകൊണ്ട് എൽസമ്മയെ ഈ ഇതിലേക്ക് ഇറക്കിക്കൂടാ? കാരണം സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയിലുണ്ടായിരുന്ന മകളെ വീട്ടിൽ കൊണ്ട് താമസിക്കുന്നതൊക്കെ എവിടെയാണ് നടക്കുന്നത്? അതുകൊണ്ട് തന്നെ അവൾക്കതൊരു പ്രശ്നമായി കഴിഞ്ഞാൽ കേസ് കൊടുത്താൽ അവൾക്ക് അവളുടെ ഭാഗത്തായിരിക്കും ന്യായം. അതുകൊണ്ട് തന്നെ എൽസമ്മനെ തന്നെ ഇതിൻ്റെ ഇടയിലോട്ട് ഇറക്കണമെന്നും അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ് റീത്ത. അതിനുവേണ്ടി തന്നെ റീത്ത ഒരുങ്ങിക്കെട്ടി നടക്കുകയാണ്. ഇനി ഒരിക്കലും അവളെ ആ വീട്ടിൽ വാഴിച്ചുകൂടാ. അത് എൻ്റെ തോൽവി തന്നെയായിരിക്കും. അവളോട് ഞാൻ പറഞ്ഞതാണ്, നിന്നെ അധികകാലം ആ വീട്ടിൽ നിർത്തില്ല എന്ന്. അതിന് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സ്റ്റാൻലിയുടെ മുന്നിൽ പോലും ഞാൻ തോറ്റുപോകും. അതിന് ഞാൻ തയ്യാറല്ല എന്ന മനസ്സുറപ്പോടെ കൂടി തന്നെയായിരുന്നു റീത്ത നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പതിയെ നീക്കി തുടങ്ങണം. ഓരോ കരുക്കളും നീക്കുമ്പോൾ സൂക്ഷിച്ച് വേണം. കാരണം അപ്പുറത്ത് സ്റ്റാൻലി ജോസഫ് അവൻ്റേതായ എല്ലാ നടപടികളും എടുക്കും. പോരാത്തതിന് അവനൊരു പട്ടാളക്കാരനാണല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുകാരെടുത്തൊക്കെ നല്ല കയ്യാങ്കളിയായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് വേണം മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യത്തിൽ ഓരോ കാര്യങ്ങളും മെനഞ്ഞു കൂട്ടുകയാണ് റീത്ത. വീടിൻ്റെ മുൻവശത്ത് റീത്ത അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമൊക്കെ എന്തൊക്കെയോ ആലോചിച്ച് നടക്കുന്നത് കാണുമ്പോൾ എൽസമ്മയുടെ മക്കൾ 3 പേരും വന്ന് പുറത്തിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു റീത്താമ്മയുടെ ഈ നടത്തം അവർ കാണുന്നത്. അപ്പോൾ ടെൽസ് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി റീത്താമ്മച്ചിക്ക്? എന്താ ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു? കുറേ നേരമായാലോ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നു. വല്ലാതെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു റീത്താമ്മയോട് ടെൽസി ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ തന്നെ റീത്ത ടെൽസയുടെ നേരെ ചാടുന്നുണ്ട്. നീ മിണ്ടാതിരുന്നോ? നിൻ്റെ അച്ഛൻ കാരണം മനുഷ്യന്മാരുടെ മനസ്സമാധാനമാണ് പോയത്. നിങ്ങളൊക്കെ കാരണം എൻ്റെ തല പെരുക്കുകയാണ്. മര്യാദക്ക് മിണ്ടാണ്ട് നിങ്ങളുടെ കാര്യം അന്വേഷിച്ച് പൊക്കോ. ഞാനിവിടെ എൻ്റെ ഇഷ്ടത്തിന് നടക്കുകയല്ലേ, ഞാൻ നടന്നുകൊണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ആ നടത്തം ആരംഭിച്ചു. എന്തൊക്കെയോ മനസ്സിൽ ഓരോ കണക്ക് കൂട്ടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ടെൽസയുടെ ആ ചോദ്യം. അതുകൊണ്ട് തന്നെ വല്ലാതെ ദേഷ്യപ്പെട്ടായിരുന്നു റീത്തമ്മയുടെ മറുപടി. ടെൽസ പെട്ടെന്ന് റീത്താമ്മയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു മറുപടി വരുമ്പോൾ പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ റീത്താമ്മയുടെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള മറുപടി കേൾക്കുമ്പോൾ ടോജോ പതിയെ ടെൽസയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാൻ പോകണ്ട, റീത്താമ്മയ്ക്ക് തലയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അതാ നടത്തം, ഒരു കാര്യമാക്കണ്ട, പതിയെ മാറിക്കോളുമെന്ന് പറഞ്ഞ് 3 ആളും പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്ത് പാർക്കിങ്ങിൻ്റെ അരികത്തായി ഒരു ചെയറിൽ ഇരുന്ന് 3 ആളും കൂടി സംസാരിക്കുന്നുണ്ട്. കാരണം അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആ പെൺകുട്ടി ആരാണ്? എനിക്ക് പപ്പയ്ക്ക് ഇത് എന്തു പറ്റിയെന്ന്. പപ്പയുടെ ഭാഗത്തു നിന്നും ഇതുപോലെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സിൽ പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ടോജോ ടെൽസയോട് പറയുന്നുണ്ട്. അപ്പോൾ ടെൽസയും പറയുന്നുണ്ട്, ശരിയാണ്, ഇവിടെ റീത്താമ്മച്ചി പറയുന്നുണ്ടല്ലോ അച്ഛൻ്റെ ചാരസന്തതിയിലുണ്ടായ മകളാണെന്ന്. എനിക്കതൊന്നും ആലോചിക്കാനേ കഴിയുന്നില്ല. എൻ്റെ മനസ്സിലെ പപ്പ ഇങ്ങനെയൊന്നുമുള്ള ആളല്ല. റീത്താമ്മ ഓരോ കാര്യങ്ങളും പപ്പയെക്കുറിച്ച് പറയുമ്പോഴൊന്നും ഞാൻ അതൊന്നും എടുത്തിരുന്നില്ല. കാരണം ഞാൻ കണ്ട പപ്പ ഇങ്ങനെയൊന്നുമല്ല. നമ്മളോട് ഒരുപാട് സ്നേഹവും മമ്മിയോട് ഒരുപാട് സ്നേഹവും ഒക്കെയുള്ള ആളാണ്. പക്ഷേ റീത്താമ്മ ഒറ്റൊരാളാണ് നമ്മളെ എല്ലാവരെയും ഇങ്ങനെ അകറ്റിയത്. പപ്പയുടെ കൂടെ എന്തു സന്തോഷമായി ജീവിക്കേണ്ട നമ്മളായിരുന്നു
ഈ റീത്താമ്മച്ചി കാരണമല്ലേ നമ്മളിങ്ങനെ അനാഥയായി പോയത്. അപ്പോൾ ടോജോ പറയുന്നുണ്ട്, അത് വളരെ ശരിയാണ്. നമ്മളുടെ അമ്മയും നമ്മളും ഒക്കെയായി പപ്പയും ഒരുമിച്ച് എന്ത് സന്തോഷമായി ജീവിക്കേണ്ട ജീവിതങ്ങളാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. അമ്മയോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ റീത്താമ്മ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല. നമ്മ പറയുന്നത് പോലും മമ്മി എടുക്കില്ല. കാരണം മമ്മിക്ക് എപ്പോഴും വലുത് റീത്താമ്മയായിരുന്നു. പപ്പയോട് കൂടെ എന്ത് സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിച്ചതാ ഞാൻ. പക്ഷേ എങ്ങനെയൊക്കെ ഒരു വഴി കണ്ടെത്തിയാലും റീത്താമ്മച്ചി അതെല്ലാം മുടക്കും. മമ്മിയോട് പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മമ്മിയെ സമ്മതിപ്പിക്കാം. പക്ഷേ എന്തെങ്കിലും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ റീത്താമ്മച്ചി അതിന് 100 കാരണങ്ങൾ ചോദിക്കും. അതിന് ഉപരി 100 നുണകൾ നമ്മളോടും പറയും, മമ്മിയോടും പറഞ്ഞു കൊടുക്കും. അതോടുകൂടി ആ ഒരു കാര്യം അങ്ങോട്ടില്ലാതായിപ്പോവും. അതാണ് ഇത്രയും നാളും കഴിഞ്ഞുകൂടിയത്. എനിക്കിവിടെ നിൽക്കാൻ തീരെ ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ പപ്പയോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹം. അപ്പോൾ ടെൽസയും പറയുന്നുണ്ട്, എനിക്കും അതെ ടോജോ, എനിക്കും നമ്മുടെ പപ്പയും മൊത്തം നിൽക്കാനാണ് ആഗ്രഹം. ഇവിടെ നിന്ന് മതിയായി. ഈ റീത്താമ്മച്ചിയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരാം. നമ്മളോട് സ്വല്പം പോലും ഒരു മര്യാദയുണ്ടോ റീത്താമ്മച്ചിക്ക്? ഓരോ കാര്യങ്ങളും അച്ചട്ട് പോലെ തന്നെ പറഞ്ഞ് അതുപോലെ തന്നെ ചെയ്തോളണം. നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളായാൽ പോലും അത് റീത്താമ്മച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതല്ലേ കുറേ നാളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതിയായി എനിക്ക്. ഈ വീട്ടിൽ റീത്താമ്മച്ചി പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നടക്കുകയുള്ളൂ. മറ്റാരെങ്കിലും വാക്ക് റീത്താമ്മച്ചി എടുക്കാറുണ്ടോ? റീത്താമ്മച്ചി പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വാല് പിടിക്കാനും മറ്റുള്ളവരും. എനിക്ക് മതിയായി ഈ ജീവിതം. എങ്ങനെയൊക്കെ ജീവിക്കേണ്ട നമ്മളായിരുന്നു അച്ഛൻ്റെ വീട്ടിൽ. അവിടെ എന്ത് സുഖമായിരുന്നു. ഈ റീത്താമ്മച്ചി കാരണം അതില്ലാതായിപ്പോയി. ടോജോയും ടെൽസയും പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടാനിയും പറയുന്നുണ്ട്, ശരിയാണ്, എനിക്കെൻ്റെ പപ്പയോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹം. അന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഞാൻ എന്തോരം പറഞ്ഞെന്നറിയോ റീത്താമ്മച്ചിയോട് ഞാൻ അവിടെ നിന്നുകൊണ്ടെന്ന്. പക്ഷേ റീത്താമ്മച്ചി അതിനൊന്നും സമ്മതിച്ചില്ല. എൻ്റെ കൈ പിടിച്ച് വലിച്ച് കാറിൽ കയറ്റി. നമ്മളിതൊക്കെ ആരോട് പറയാൻ? നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യണം. നമ്മളുടെ മമ്മി തന്നെ എല്ലാം ശരിയാക്കിയെടുക്കണം. റീത്താമ്മച്ചിയെ നമ്മുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ നിർത്തണം. എന്നാൽ മാത്രമേ നമുക്ക് പഴയതുപോലെ തന്നെ പപ്പയുമായി ജീവിക്കാൻ കഴിയൂ എന്നാണ് ടോജോ പറഞ്ഞത്. കുറച്ചു നേരത്തെ ആലോചനകൾക്ക് ശേഷം റീത്ത എൽസയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അടുക്കളയിൽ എന്തോ പാചകത്തിലായിരുന്നു എൽസ. എൽസമ്മയുടെ അടുത്ത് ചെന്ന് റീത്ത പറയുന്നുണ്ട്, നീ അറിഞ്ഞില്ലേ, നിൻ്റെ ഭർത്താവ് ഒരു മോളെയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൽസ ചോദിക്കുന്നുണ്ട്, മകളോ? അതാരാണത്? മക്കളായി സ്റ്റാൻലിക്ക് 3 പേരല്ലേ ഉള്ളൂ. അതിവിടെ ഉണ്ടല്ലോ. പിന്നെ ആരാ മകളായിട്ടിപ്പോൾ അവിടെ ഉള്ളത്? അപ്പോൾ റീത്താമ്മ ഒരു പുച്ഛത്തോടുകൂടി പറയുന്നുണ്ട്, നിനക്കെന്തറിയാം അവനെക്കുറിച്ച്? അവൻ്റെ മോശ സ്വഭാവമൊക്കെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. നിനക്കന്നൊക്കെ അവൻ വലിയൊരു ഇച്ഛായനെ പോലെ പാവമാണ്, എൻ്റെ ഇച്ഛായൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു നടന്നവളല്ലേ. ഇപ്പോൾ പയ്യെ അവൻ്റെ ഓരോ സ്വഭാവങ്ങളും പുറത്തു വന്നപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ അവൻ ഒരു മോശപ്പെട്ട ഉടമയാണെന്ന്. ഞാൻ ഈ സംഭവം അറിഞ്ഞ് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എനിക്കിപ്പോഴും എൻ്റെ കൺമുന്നിൽ നിന്ന് പോകുന്നില്ല. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരുത്തി കയറിയിരിക്കുന്നു കൊച്ചമ്മയായി. എല്ലാ സ്ഥാനവും കൈകേറി അവൾ അവിടെ തന്നെ ജീവിക്കും. നിങ്ങളെല്ലാവരെയും തള്ളി പുറത്താക്കുകയും ചെയ്യും അവൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ വിട്ടുകൂടാന്ന്. നീ തന്നെ ഇതിന് മുൻകരുതലെടുത്ത് ഓരോ കാര്യങ്ങളും ഇനി നീ തന്നെ വേണം ചെയ്യാൻ. സ്റ്റാലിയുടെ അടുത്ത് ചെന്ന് അവളെ വലിച്ച് എഴച്ച് വീടിന് പുറത്താക്കണം. അത് എന്നേക്കാൾ കൂടുതൽ അധികാരം നിനക്കാണല്ലോ. അതുകൊണ്ട് നീ തന്നെ അത് ചെയ്യണം. മനസ്സിൽ പകയും ദേഷ്യവും വൈരാഗ്യവുമെല്ലാം ഒരുപോലെ ആഞ്ഞടിച്ച റീത്താമ്മ എൽസമ്മയോട് ഒരുപാട് കാര്യങ്ങൾ കുത്തിപ്പിടിപ്പായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്റ്റാലിയെക്കുറിച്ച് എന്തൊക്കെ മോശം പറയാൻ പറ്റുമോ അത്രയൊക്കെ മോശം കാര്യങ്ങളെല്ലാം എൽസമ്മയുടെ മനസ്സിൽ കുത്തിവെക്കുന്നുണ്ട് റീത്താമ്മ. പുറത്ത് കാണിച്ചില്ലെങ്കിലും സ്റ്റാൻലി ജോസഫിനോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറച്ചെങ്കിലും സ്നേഹമുണ്ടായിരുന്ന എൽസമ്മയ്ക്ക് ഇതൊന്നും കേട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പക്ഷേ തൻ്റെ ചേച്ചിയോടുള്ള സ്നേഹം മാറ്റുവാൻ എൽസമ്മയ്ക്ക് കഴിഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ റീത്തമ്മയോട് വളരെ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു നിന്നിരുന്ന എൽസമ്മ റീത്തമ്മ അവിടെ നിന്ന് പോയതിന് ശേഷം നെഞ്ചു പൊട്ടി കരയുന്നുണ്ട്.
തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയിലെ കുഞ്ഞുമായി അവിടെ ജീവിക്കുന്നതറിയുന്ന ഏതു സ്ത്രീക്കും ഉണ്ടാകുന്ന വിഷമങ്ങൾ തന്നെയായിരുന്നു എൽസാമ്മയ്ക്ക് ആ സമയത്തുണ്ടായത്. സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ ഒരാളാണെന്ന് എനിക്കറിയില്ല. കാരണം റീത്ത ഓരോ കാര്യങ്ങളും എന്നോട് പറയുമെങ്കിലും ഒരിക്കൽ പോലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ ഭർത്താവിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. എൻ്റെ മക്കൾക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ എൻ്റെ ഒരു പിടിവാശി കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ മക്കളും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നേ തന്നെ ഇവിടെയെന്ന് വിട്ട് എറിഞ്ഞ് പപ്പയുടെ അടുത്തേക്ക് അവരെല്ലാവരും പോയേനെ. എന്നാലും സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന ആ ഒരുത്തി ആരാണെന്നുള്ള ചിന്തയിലായിരുന്നു എൽസമ്മ. കൊട്ടാരമറ്റത്ത് വീട്ടിൽ തൻ്റെ വല്യപ്പച്ചൻ വന്ന സന്തോഷത്തിലായിരുന്നു അലീന. തിരിച്ചു വന്നതിൻ്റെ സന്തോഷം ഒരുപാടുണ്ടായിരുന്നു അവൾക്ക്. കാരണം ഒരൊറ്റപ്പെടലായിരുന്നു വല്യപ്പച്ചൻ ആ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം. സ്റ്റാൻലി ജോസഫ് ഉണ്ടെങ്കിൽ പോലും വല്ലപ്പോഴുമുള്ള ഒരു സംസാരം മാത്രമാണ് അലീനയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ അതുപോലെ തന്നെയുമായിരുന്നില്ല വല്യപ്പച്ചൻ. തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം സംസാരിക്കാനും രണ്ടുപേരുടെയും ഓരോ കഥകൾ കേൾക്കാനും സാധിക്കാറുണ്ട്. അലീനയുടെ ഒരുപാട് പഴയ കഥകളെല്ലാം വല്യപ്പച്ചനോടും വല്യപ്പച്ചൻ്റെ ഓരോ കാര്യങ്ങളെല്ലാം അലീനയോടും അവർ തുറന്ന് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് രണ്ടുപേരും സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു ഔദക്കുട്ടിയോട് അലീന ആ കാര്യം ചോദിച്ചത്. അപ്പച്ച, എൻ്റെ പപ്പയുടെ ആദ്യ ഭാര്യയില്ലേ? ആര്? എൽസമ്മയോ? അത് തന്നെ. അവർ തമ്മിൽ എന്താ പ്രശ്നം? അവരെന്താ പപ്പയുമായി മാറി താമസിക്കുന്നത്? അവർക്ക് എല്ലാവർക്കും കൂടി ഈ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചാൽ പോരെ? ഇത്ര വലിയ വീടുണ്ടായിട്ട് പപ്പ മാത്രം എന്തിനാ ഇവിടെ ഒറ്റക്ക് താമസിക്കുന്നത്? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അലീനക്കുള്ളിലുണ്ടായിരുന്നത് ഔദക്കുട്ടിയുടെ മുന്നിൽ തുറക്കുന്നുണ്ട്. ഒരു മനുഷ്യന് ഒരുപാട് പണവും സ്വത്തുക്കളും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ മോളെ. സ്നേഹിക്കുന്ന മനുഷ്യരും അടുത്തുണ്ടാവണ്ടേ? എങ്കിൽ മാത്രമല്ലേ ജീവിതം ഒരു ജീവിതമാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്തിനോ വേണ്ടി ജീവിക്കുന്നു, അത്രമാത്രമല്ലേ ഉണ്ടാകുകയുള്ളൂ. അതുപോലെയായിപ്പോയി എൻ്റെ ലാലിച്ചനും. അവനും ഒരു കുടുംബമൊക്കെ ഉണ്ടായതാണ്. പക്ഷേ റീത്തയില്ലേ, അവൾ ഒരുത്തിയാണ് ഇവനെ ഇങ്ങനെയാക്കിയത്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലവൻ. ഒരു കുടുംബത്തെ നന്നായി നോക്കിയിരുന്നവനായിരുന്നു സ്റ്റാൻലി എന്ന എൻ്റെ ലാലച്ചൻ. പെട്ടെന്ന് തൻ്റെ പപ്പയുടെ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മനസ്സിലൊരു വിങ്ങൽ പോലെയായിരുന്നു അലീന ഔദക്കുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നത്. റീത്താമ്മ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? പപ്പയോട് എന്താ റീത്താമ്മയ്ക്ക് ഇത്ര ദേഷ്യം? ഇവിടെ വന്നിട്ടും പപ്പയോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിരുന്നു. എൻ്റെ അടുത്തും അതെ, ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനും, ഇറങ്ങിപ്പോയില്ല എങ്കിൽ ഇനി വരുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, എന്തായാലും നിന്നെ തൂക്കിയെറിയുന്ന രീതിയിലായിരിക്കും ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞാണ് ആ സ്ത്രീ ഈ വീട്ടിൽ നിന്ന് പോയത്. പക്ഷേ ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയില്ല. കാരണം പപ്പ എൻ്റെ സൈഡായി നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അവരെ ആരെയും പേടിയൊന്നും തോന്നിയില്ല. റീത്താമ്മ എങ്ങനെയാ പപ്പയുമായി ഇത്ര ശത്രുത? അപ്പോൾ ഔദക്കുട്ടി പറയുന്നുണ്ട്, ശത്രുതയൊന്നുമല്ല മോളെ, അവൾക്ക് സ്റ്റാൻലിയുടെ പണമാണ് വേണ്ടത്. ഒരുപാട് സ്വത്തുക്കളുള്ള കാരണം ഇപ്പോഴും ഡിവോഴ്സ് ഒന്നും ചെയ്യിപ്പിക്കാതെ അവളെ അനിയത്തിയെ ഇപ്പോഴും കൂടെ നിർത്തിയിരിക്കുന്നത്. ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ പണമൊന്നും കിട്ടില്ലല്ലോ. അതുമാത്രമല്ല, ഇപ്പോൾ അവളുടെ കൂടെ എൽസമ്മയെയും മക്കളെയും നിർത്തിയിരിക്കുന്നത് അവളുടെ അക്കൗണ്ടിലോട്ടാണ് സ്റ്റാൻലി ജോസഫ് മാസം മാസം പൈസ അയക്കുന്നത്. ലക്ഷങ്ങൾ അയക്കുമ്പോൾ അവളുടെ കയ്യിലേക്കല്ലേ എത്തുന്നത്. അവൾക്കത് വലിയ കാര്യമല്ലേ. പണത്തിനോട് ആർത്തി പിടിച്ചൊരു സ്ത്രീ ഇവളേക്കാൾ വലുതാരുമുണ്ടാകില്ല. അപ്പോൾ പപ്പയ്ക്ക് ഇതൊന്നും അറിയില്ലേ? പപ്പ അപ്പോൾ എന്തിനാ ഈ സ്ത്രീയുടെ അക്കൗണ്ടിലോട്ട് പൈസയ്ക്ക് അയക്കുന്നത്? നേരെ എൽസാമ്മ ആൻറ്റിയുടെ കയ്യിലോട്ട് അയച്ചാൽ പോരെ? അല്ലെങ്കിൽ മക്കളുണ്ടല്ലോ, അവരുടെ അക്കൗണ്ടിലേക്ക് ആർക്കെങ്കിലും അയച്ചാൽ പോരെ? ഈ റീത്താമ്മയ്ക്ക് തന്നെ അയക്കണമെന്നൊന്നും ഇല്ലല്ലോ. അത് തന്നെയാ മോളെ ഞാൻ പറഞ്ഞത്. അവളുടെ കാര്യങ്ങളെ അവൾ പറയുന്നത് പോലെ മാത്രമേ ആ വീട്ടിൽ ഓരോ കാര്യങ്ങളും നടക്കുകയുള്ളൂ. എൽസമ്മയെ പോലും അവളിങ്ങനെ ആക്കിയത് അവൾ ഒറ്റൊരുത്തിയാണ്.
എൽസമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഒരു പാവം കൊച്ചായിരുന്നു. എൻ്റെ ലാലിച്ചനെയും മക്കളെയും നന്നായി സ്നേഹിച്ചിരുന്ന അവൾ പിന്നീട് എങ്ങനെയൊക്കെയോ റീത്തമ്മയുടെ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രം ചാടാനുള്ള പാവയായി മാറി. ഇപ്പോൾ ഇതാ അവരുടെ കൂടെ അവിടെ താമസിക്കുന്നു. മക്കളെയും പോലും അവൻ്റെ സ്വന്തം പപ്പയുടെ അടുത്തേക്ക് വിടാത്ത സ്ത്രീയാണ് റീത്ത. അതൊക്കെ വലിയ മോശമല്ലേ വല്യപ്പച്ച? സ്വന്തം മക്കൾക്ക് സ്വന്തം പപ്പയുമായി കഴിയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എവിടെ നടക്കാനാ? ഇതൊക്കെ എവിടെയും നടന്നില്ലെങ്കിൽ അവളുടെ അടുത്ത് നടക്കും. എൽസമ്മ അവൾ പറയുന്നത് പോലെ മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുകയുള്ളൂ. എന്തു കാര്യങ്ങളും അവളോട് ചോദിച്ചിട്ടേ ചെയ്യുകയുള്ളൂ. അവളുടെ മക്കൾക്കൊന്നും ഇത്ര പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റാൻലിയോട് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അവൻ്റെ മക്കളല്ലേ, ഇഷ്ടമില്ലാതിരിക്കോ? എങ്കിലും ആ റീത്ത അവളുടെ മക്കളെ പോലും ഇവനെ കാണിക്കില്ല. അങ്ങനെയൊരു ദുഷിച്ച മനസ്സാണ് അവളുടേത്. മോള് പറയൂലേ പപ്പ എന്താ ഇങ്ങനെ മദ്യപിക്കുന്നതെന്ന്? അവനിങ്ങനെ ആക്കിയെടുത്തത് അവൾ ഒറ്റൊരുത്തിയാണ്, ആ ദുഷിച്ച മനസ്സുള്ള റീത്ത. അവളുടെ മക്കളെയും എൽസമ്മയെയും ഒക്കെ ഇവൻ്റെ കയ്യിൽ നിന്നും മാറ്റിയപ്പോൾ ഒരുപാട് വിഷമിച്ചു എൻ്റെ ലാലിച്ചൻ. ആ ഒരു വിഷമത്തിൽ പിന്നെയാണ് അവനിങ്ങനെയായത്. പിന്നെ വീടും ഒരു ഒറ്റപ്പെടലായിരുന്നു. ആരും ഈ വീട്ടിൽ താമസിക്കാവുന്നതൊന്നും അവനിഷ്ടമല്ലാതായി. ഞാൻ പോലും വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം നിൽക്കും, അതിൽ കൂടുതൽ നിൽക്കില്ല. അവനിവിടെ കുറേ നായ്ക്കളുണ്ടല്ലോ, അങ്ങനെയൊക്കെയായി എൻ്റെ ലാലിച്ചൻ. അതാണ് ഞാൻ പറഞ്ഞത്, ആ അവൾ കാരണമാണ് എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയത്. അലീനയ്ക്കിതൊക്കെ കേൾക്കുമ്പോൾ റീത്തമ്മയോട് അലീനയ്ക്കും മനസ്സിൽ വല്ലാത്ത വെറുപ്പ് തോന്നി. കാരണം ആ സ്ത്രീ എന്തിനാണ് എൻ്റെ പപ്പയുടെ ഭാര്യയെയും മക്കളെയും ഇങ്ങനെ അകറ്റിയത്? ഇത്ര പൈസയ്ക്ക് ആക്രാന്തമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ പ്രവർത്തിക്കുന്നത്? സ്വന്തം അനിയത്തിയുടെ ജീവിതമല്ലേ നശിച്ചു പോകുന്നതെന്നും പോലും ചിന്തിക്കാതെ എന്തിനാണ് ആ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നായിരുന്നു അലീന ആലോചിച്ചത്. അപ്പച്ച, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോളെ, നീ ചോദിക്ക്. ഞാൻ എൽസാൻറ്റിനോട് സംസാരിച്ചാലോ? പപ്പയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് എനിക്ക് എൽസാമ്മ ആൻറ്റിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആൻറ്റിക്കും മക്കൾക്കൊക്കെ ഇവിടെ താമസിക്കാമല്ലോ സന്തോഷമായിട്ട്. ഒരു ചിരിയോടുകൂടി ഔതക്കുട്ടി പറയുന്നുണ്ട്. മോൾ ആരോട് ഈ പറയുന്നത്? അവൾ പെട്ടെന്നൊന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ റീത്ത പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്യുകയുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും അവളിങ്ങോട്ടേക്ക് എൽസമ്മയെ ഇങ്ങോട്ടേക്ക് വിടില്ല. അത് എനിക്ക് 100% ഉറപ്പാണ്. നമ്മൾ വെറുതെ ഇതൊക്കെ ആഗ്രഹിക്കുന്നതല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. മോളെന്ന് പറഞ്ഞില്ലേ റീത്ത അമ്മയുടെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു എന്ന്. ആ കുഞ്ഞിനിവിടെ പപ്പയോടൊപ്പം നിൽക്കാൻ ഒരുപാട് ആശിച്ച് വന്നിട്ട് പോലും റീത്ത അവളുടെ കൈ പിടിച്ച് കൊണ്ടുപോയി എന്നൊക്കെ. അതാണ് അവൾ. സ്വന്തം പപ്പയെന്ന് പോലും ചിന്തിക്കാതെയാണ് ആ കുഞ്ഞിനോട് പോലും അവളിങ്ങനെ പെരുമാറുന്നത്. ആ കുഞ്ഞിന് സ്വന്തം പപ്പയുടെ കൂടെ ഒന്ന് കുറച്ചു നേരം ഇരിക്കാൻ പോലും സമ്മതിക്കാത്ത അവൾ ആ ദുഷിച്ച മനസ്സാണ്. നമ്മൾക്ക് അവളോട് ഒന്നും പറഞ്ഞു നിൽക്കാനാവില്ല മോളെ. ഒരുപാട് പേരുണ്ടല്ലോ അവിടെ അവളുടെ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വാലാട്ടി നടക്കാൻ. പപ്പ അപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകില്ലേ? അലീനയ്ക്കുള്ളിലെ സംശയം വീണ്ടും തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഔതക്കുട്ടിയോട് വീണ്ടും തൻ്റെ ഉള്ളിലെ എല്ലാ സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. ഔതക്കുട്ടിയോട് ചോദിച്ചതാണ്, പപ്പ എന്തുകൊണ്ടാണ് എൽസമ്മ ആൻറ്റിയെ കാണാൻ അങ്ങോട്ടേക്ക് പോകാത്തത്? പപ്പയുടെ മക്കളെ കാണാൻ എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിക്കൂടാ? ആര് തടയും അതിനൊക്കെ? ഒരുപാട് തവണ മുന്നൊക്കെ അവൻ പോയിട്ടുള്ളതാ. പക്ഷേ എത്ര തവണ പോയി കഴിഞ്ഞാലും അവരോടൊക്കെ തല്ലുപിടിച്ചിട്ടല്ലാതെ ലാലിച്ചൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടില്ല. അവർക്കെല്ലാവർക്കും ലാലിച്ചനോട് എന്തോ ദേഷ്യമാണ് മനസ്സിൽ. എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്ക് പോലും അറിയില്ല മോളെ. ലാലിച്ചൻ്റെ സ്വഭാവം അത്രയ്ക്കും മോശപ്പെട്ട സ്വഭാവമൊന്നുമല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ റീത്ത, അവൾ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കൂ. ആ മക്കൾക്ക് പോലും പപ്പയുടെ അടുത്ത് നിൽക്കാൻ എന്തോരം ആഗ്രഹമുണ്ടെന്നറിയോ?
എന്നോട് പോലും എത്ര തവണ സംസാരിച്ചിട്ടുണ്ടെന്നറിയോ മക്കൾ? എൻ്റെ പേരക്കുട്ടികളെല്ലാവരും. എനിക്കും വിഷമമുണ്ട് അവരൊക്കെ ഒന്ന് കാണാനായിട്ടൊക്കെ. എന്തോരം ആഗ്രഹം എൻ്റെ മനസ്സിലുമുണ്ടെന്നറിയോ. അതിനൊന്നും അവൾ സമ്മതിക്കുന്നില്ല. എൻ്റെ ലാലിച്ചൻ്റെ മനസ്സ് വിങ്ങിപ്പൊട്ടുന്നത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആരും കണ്ടിട്ടുണ്ടാകില്ല. അവൻ മദ്യപിച്ച് കുറച്ചൊന്ന് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ മുന്നിൽ കരയുന്നത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൻ്റെ മനസ്സ് പൊട്ടി അവൻ ഓരോ കാര്യങ്ങളും എന്നോട് മാത്രമേ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. കേൾക്കാൻ ഞാൻ മാത്രമേ അവൻ്റെ മുന്നിൽ നിന്നിട്ടുമുള്ളൂ. അത്രയ്ക്കും പാവമാണവൻ. ഈ കാണുന്ന ദേഷ്യവും ഭാവവും ഒക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ളിൽ വെറും പാവമാണവൻ. അലീനയ്ക്കുള്ളിലും സ്റ്റാൻലിയെക്കുറിച്ച് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം തൻ്റെ മുന്നിലും ഒരിക്കലും സ്റ്റാൻലി നല്ല സ്നേഹത്തോടു കൂടിയൊന്നും സംസാരിച്ചിട്ടില്ല. എപ്പോഴും ഒരു ഗൗരവത്തോടു കൂടി മാത്രമേ അലീനയ്ക്കുള്ളിലും സ്റ്റാൻലി സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അലീനയുടെ മനസ്സിലും സ്റ്റാൻലിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ഔദക്കുട്ടി പറയുന്നത് കേട്ടപ്പോൾ അലീനയ്ക്ക് സ്റ്റാൻലി ജോസഫിനോട് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. കാരണം ഒരു പപ്പ അനുഭവിക്കേണ്ട അപ്പുറമല്ലേ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം മക്കളെയും ഭാര്യയെയും ഒക്കെ കാണാൻ പോലും സമ്മതിക്കാത്ത ഒരു ചേച്ചി. ഇതൊക്കെ പപ്പയ്ക്ക് എത്രമാത്രം വിഷമം കൊടുക്കുന്നുണ്ടാകും. ഞാനും മനസ്സിൽ പപ്പയോട് പെരുമാറിയത് ഒരുപാട് മോശമായിട്ടൊക്കെ തന്നെയായിരിക്കും. പക്ഷേ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു പാസ്റ്റുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിഷമത്തിലായിരുന്നു ഔദക്കുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അലീന. വല്യപ്പച്ചൻ നോക്കിക്കോ, എൽസമ്മ ആൻറ്റിയെയും മക്കളെയും പപ്പയെയും എല്ലാവരെയും ഞാൻ ഒന്നിപ്പിക്കും. നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഈ വീട്ടിൽ അവർ കഴിയും. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോവും. മോളീ പറയുന്നത് പോലെയൊക്കെ നടക്കുകയാണെങ്കിൽ അതിനും വലിയ കാര്യമൊന്നുമില്ല മോളെ. എനിക്കും എൻ്റെ ഈ വയസ്സാം കാലത്ത് എൻ്റെ മോനിങ്ങനെയൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമമാണ്. അവരൊന്നിച്ചു കഴിഞ്ഞാൽ എനിക്കതിനും പേരെ സന്തോഷമൊന്നുമില്ല. എൻ്റെ മരുമോളും മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ആ ജീവിതം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിനക്കത് പറ്റുമെങ്കിൽ നിൻ്റെ കൂടെ ഞാനുണ്ടാകും, എന്തിനുമായി, കൂട്ടായി. സ്റ്റാൻലി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിനക്കൊപ്പം എന്നും ഉണ്ടാകുമെന്ന് ഔദക്കുട്ടിയും അലീനക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അലീനയും ഔദക്കുട്ടിയോട് പറയുന്നുണ്ട്, വല്യപ്പച്ചൻ വിഷമിക്കേണ്ട. വല്യപ്പച്ചൻ മനസ്സിലാഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാതും ശരിയാകും. ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് ഔദക്കുട്ടിയുടെ കയ്യിൽ വാക്ക് കൊടുക്കുന്നുണ്ട് അലീന. അലീനയ്ക്ക് സ്റ്റാൻലിയെയും എൽസമ്മയെയും മക്കളെയും എല്ലാം ഒന്നിപ്പിക്കുമോ എന്നൊക്കെ വഴിയേ അറിയാം. ആ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? കമൻറ്റിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ.